ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. കണ്ണൂർ പയ്യന്നൂരിൽ ഒരു വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമന്തള്ളി വടക്കുംപാട് KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കളായ 5 വയസ്സുകാരി ഹിമ, 2 വയസ്സുകാരൻ കണ്ണൻ എന്നിവരാണ് മരിച്ചത്. മുതിർന്നവർ 2 പേരും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമായിരുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ആത്മഹത്യ എന്നാണോ പ്രാഥമികമായുള്ള വിലയിരുത്തൽ? പോലീസ് പറയുന്നത് എന്താണ്? അങ്ങനെ തന്നെയാണ് പ്രാഥമികമായ ഒരു നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥർ, SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. മുതിർന്നവർ, അതായത് രാമന്തളി വടക്കുംപാട്ട് KT കലാധരൻ, ഇയാളുടെ അമ്മയായ ഉഷ, കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിങ്ങനെ 4 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് സംഭവം, അല്ലെങ്കിൽ എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൽ മുതിർന്നവരായ 2 പേർ, അതായത് കലാധരന്റെയും ഉഷയുടെയും മൃതദേഹങ്ങൾ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. മറ്റ് ഈ 2 കുട്ടികൾ, അതിൽ ഒരാൾ 5 വയസ്സുള്ളയാളും മറ്റൊരാൾ 2 വയസ്സുള്ളയാളുമാണ്. അതിനാൽ തന്നെ അവർ 2 പേരുടെയും മൃതദേഹം താഴെ നിലത്ത് കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയൽപ്പക്കത്തുള്ളവരാണ്, അയൽവാസികളാണ് ഈ വിവരം കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഈ സംഭവം അറിഞ്ഞയുടൻ. ഏതായാലും നിലവിൽ അവിടത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോലീസിൽ നിന്ന് നമ്മൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ കലാധരൻ ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ വീടുകളിലേക്കൊക്കെ പോകുന്ന ആളാണ്, ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ ഈ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നടത്തുന്ന പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന മറ്റൊരു വിവരം, ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണോ ഈ മരണത്തിലേക്ക് നയിച്ചത്, ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം. റിപ്പോർട്ടർ പ്രതിനിധി ഗണേഷ് പയ്യന്നൂർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗണേഷ്, സ്ഥലത്ത് നിന്ന് ഗണേഷിന് എന്താണ് മനസ്സിലാകുന്നത്? ആത്മഹത്യ എന്നാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രാമന്തളി വടക്കുംപാട് എന്ന സ്ഥലത്താണ് KT കലാധരൻ, 38 വയസ്സുള്ള KT കലാധരനും അമ്മ ഉഷ 60 വയസ്സ്, കലാധരന്റെ 2 മക്കൾ ഹിമ 5 വയസ്സ്, കണ്ണൻ എന്ന് വിളിക്കുന്ന ആൺകുട്ടി 2 വയസ്സ്. ഇവരെയാണ് 4 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മുതിർന്ന 2 പേരും വീട്ടിനകത്ത് തൂങ്ങിയ നിലയിലും 2 കുട്ടികൾ വീട്ടിനകത്ത് മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം കലാധരന്റെ അച്ഛൻ, ഇവരാരും കാണുന്നില്ല, കലാധരനെയും അമ്മയും കുട്ടികളും കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പരിസരം നടത്തുമ്പോഴാണ് ഈ മരിച്ചവരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുന്നത്. ഇവർക്ക് എന്തെങ്കിലും മുൻപ് പ്രശ്നമുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ടോ? ഈ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും തന്നെ ഇവർക്ക് ആർക്കും തന്നെ ഇല്ല. ഇവർക്ക് ഈ 1 വർഷം മുന്നേ ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കലാധരന്റെ അച്ഛന്റെ പേരിൽ ഈ കലാധരന്റെ ഭാര്യ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗാർഹിക പീഡനത്തിനും ഈ കലാധരന്റെ ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഈ കുട്ടികളെ താഴെ മരിച്ച നിലയിൽ കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. ഈ മുതിർന്നവർ 2 പേരും തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. അപ്പോൾ കുട്ടികളെ ആദ്യം മരിച്ചത് കുട്ടികളാണെന്നാണോ മനസ്സിലാക്കുന്നത്? പിന്നീട് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? ഇപ്പൊ തന്നെ എല്ലാവരും ഈ നാട്ടുകാരും തന്നെ ഞെട്ടലോടെയാണ് നിൽക്കുന്നത്. ഒരു വീട്ടിൽ 4 പേരും മരിച്ചതിൽ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്ഥലത്തിട്ടുണ്ട്. പയ്യന്നൂർ DVSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ SP സ്ഥലത്തെത്തുമെന്നാണ് പറയുന്നത്. വിശദവിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, മുൻപ് മറ്റ് ചില കേസുകളിൽ ഇവർ പെട്ടിട്ടുണ്ടല്ലേ? അത്തരത്തിലൊരു ഹിസ്റ്ററി കൂടുതലുണ്ട്. തീർച്ചയായും ഈ കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ 2 ദിവസം ഈ അച്ഛൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള വിധി ഉണ്ടെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടത്, നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് തോന്നുന്നു ഈ പിതാവിൻ്റെ കൂടെ കുട്ടികളെ വിട്ടുകൊടുക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഞായറും തിങ്കളും ഈ കുട്ടികൾ ഈ അച്ഛൻ്റെ കൂടെ ഈ അച്ഛൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗണേഷ് പയ്യന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. അഭിജിത്ത് മുഴക്കുന്ന തുടരുന്നുണ്ട്. അഭിജിത്ത്, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുഞ്ഞുങ്ങളെ താഴെ മരിച്ച നിലയിലും ഈ മുതിർന്നവരെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടുപേരെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കുട്ടികൾ രണ്ടുപേരെയും താഴെ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. അതിനാൽ തന്നെ കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ കുട്ടികളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കലാധരൻ ആത്മഹത്യ ചെയ്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഏതായാലും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പോലീസ് അവിടെ എത്തി പ്രാഥമികമായി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അല്പം മുമ്പ് ഗണേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ച എന്ന നിലയിലാണോ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതാണ് നിലവിൽ സംശയിക്കുന്ന ഒരു കാര്യം. കലാധരൻ അമ്മയായ ഉഷ 60 വയസ്സുകാരിയാണ്. കലാധരന്റെ 2 മക്കൾ 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളാണ്. ഈ 2 കുട്ടികൾ അങ്ങനെ 4 പേരെയാണ് ഇപ്പോൾ ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 8 മണി സമയത്താണ് ഈ സംഭവം അറിയുന്നതും പിന്നീട് നാട്ടുകാരും പോലീസും ഒക്കെ അവിടേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു മുറിക്കകത്താണ് ഇവരുടെ മൃതദേഹം ഉള്ളത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. പോലീസ് എത്തിയതിനു ശേഷം മാത്രമാകും, പോലീസ് എത്തി ഒരു പ്രാഥമിക പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും 4 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങൾ ഒരു വ്യക്തത വരാനുണ്ട്. 4 അംഗ കുടുംബത്തെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 കുട്ടികളുമുണ്ട്. അതിൽ അവരെ താഴെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുതിർന്ന 2 പേരെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങളടക്കം എന്തൊക്കെയോ അലട്ടുന്നതായുള്ള വിവരങ്ങൾ പ്രദേശവാസികൾ നൽകുന്നുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഭിജിത്ത് തുടരുന്നുണ്ട്. അഭിജിത്ത്, പ്രദേശവാസികളിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ? ഇനിയിപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റേണ്ട നടപടികളുണ്ട്. അവിടെ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ടോ? മറ്റു നടപടികൾ അതിന് എങ്ങനെയായിരിക്കും? തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, അതിനൊക്കെ ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊരു കൃത്യമായ ഒരു അറിവ് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഗണേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടെ നിലനിന്നിരുന്നു. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണോ ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക്, മരണത്തിലേക്കൊക്കെ ചെന്നെത്തിയത് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ അനുമാനിക്കുന്ന കാര്യം. അതിൽ സംശയമായി നിൽക്കുന്നത് കുട്ടികളെ 2 പേരെയും തറയിൽ നിലത്ത് കിടന്ന നിലയിലാണ് അവരുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ